ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ജോർജും സൂസിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇരുവരും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുകയാണ്. എന്നാൽ അടുത്ത കാലത്തായി തൻ്റെ ഭാര്യയ്ക്ക് കേൾവിക്കുറവ് വന്നിട്ടുണ്ടെന്ന് ഒരു തോന്നൽ ജോർജിനുണ്ടായി. അവളോട് അതേക്കുറിച്ച് പറഞ്ഞാൽ അവൾക്ക് വിഷമം തോന്നുമല്ലോ എന്ന് വിചാരിച്ച് ഈ വിവരം അവരുടെ ഫാമിലി ഡോക്ടറുമായിട്ട് ജോർജ് സംസാരിച്ചു. കേൾവി എത്രമാത്രം കുറഞ്ഞെന്ന് അവൾ അറിയാതെ കണ്ടുപിടിക്കുവാൻ ഒരു ലളിതമായ മാർഗം ഡോക്ടർ നിർദ്ദേശിച്ചു. ഡോക്ടർ പറഞ്ഞു, താങ്കൾ ഒരു 40 അടി ദൂരെ നിന്ന് സാധാരണ ശബ്ദത്തിൽ അവരോട് സംസാരിക്കണം. കേൾക്കുന്നില്ലെങ്കിൽ 30 അടി അകലത്തിൽ നിന്ന് വീണ്ടും സംസാരിച്ച് നോക്കുക. വീണ്ടും കേൾക്കുന്നില്ലെങ്കിൽ 20 അടി 10 അടി ഇങ്ങനെ ദൂരത്തിൽ നിന്ന് സംസാരിക്കുക. കേൾക്കുന്നില്ലെങ്കിൽ അടുത്ത് ചെന്ന് സംസാരിക്കണം. ഈ പരീക്ഷണത്തിൽ കൂടി ശ്രവണശേഷിയുടെ നഷ്ടം എത്രമാത്രമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. വൈകിട്ട് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ സൂസി അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലാണ്. അടുക്കളയും ഹോളുമായിട്ട് 40 അടി ദൂരമുണ്ട്. അതുകൊണ്ട് ജോർജ് തൻ്റെ പരീക്ഷണം ആരംഭിച്ചു. അയാൾ സൂസിയോട് ചോദിച്ചു, ഇന്ന് അത്താഴത്തിന് സ്പെഷ്യൽ എന്താണ്? മറുപടി കിട്ടിയില്ല. ജോർജ് ഡോക്ടർ പറഞ്ഞ പോലെ 30 അടി അകലെ നിന്നും 20 അടി അകലെ നിന്നും 10 അടി അകലെ നിന്നും ഒക്കെ ഇതേ ചോദ്യം ചോദിച്ചു. യാതൊരു മറുപടിയില്ല. അയാൾ അവളുടെ സമീപത്തെത്തി ഈ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതെന്ത് പറ്റി നിങ്ങൾക്ക്? ഞാനിപ്പോൾ 5-ാം തവണയാണ് ഇതിന് ഉത്തരം പറയുന്നത്. ആർക്കാണ് കേൾവിക്കുറവെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? കേൾക്കാൻ കഴിയില്ലെന്നുള്ളത് ഭാര്യയുടെ വൈകല്യമായി ജോർജ് ഇത്രയും നാൾ ആരോപിക്കുകയായിരുന്നു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? എന്ത് പ്രശ്നമുണ്ടായാലും അത് അവരനിൽ ആരോപിക്കുന്ന സ്വഭാവം നമുക്കെല്ലാം ഇല്ലേ? 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ 2 ഡ്രൈവർമാരും അന്യോന്യം കുറ്റപ്പെടുത്തും. കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റാൽ മാതാപിതാക്കൾ പഠിപ്പിച്ച അധ്യാപകനെ കുറ്റപ്പെടുത്തും. ഇങ്ങനെ എന്തും അന്യരിൽ കുറ്റം ആരോപിക്കുന്ന പ്രവണതയാണ് നമുക്കുള്ളത്. ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിച്ച ഈ സ്വഭാവം നാം ഇന്നും തുടരുകയാണ്. സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരെ പ്രശ്നങ്ങളെ ഉറവിടമായിട്ട് കാണുകയും ചെയ്യുന്ന സമീപനം മാറ്റിയെടുത്തേ മതിയാവും. നമ്മുടെ കുറ്റങ്ങളും വീഴ്ചകളും അംഗീകരിക്കണമെങ്കിൽ വിനയമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വയം ഒന്ന് വിചിന്തനം ചെയ്ത് അവനവനിലെ കുറവുകൾ കണ്ടുപിടിക്കാനും അംഗീകരിക്കുവാനും മാറ്റം വരുത്തുവാനും ശ്രമിക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നമുക്കതിന് ശ്രമിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുതാക്കണമെന്ന് സങ്കീർത്തനക്കാരനോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് അവസാനിപ്പിക്കാം.